അരിസ്റ്റലോക്കിയ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള ഗരുഡക്കൊടി എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. നീളമുള്ള ഇലകളുള്ള, ചുറ്റിപ്പിടിച്ച് വളരാൻ പാകത്തിനുള്ള തണ്ടുള്ള ഈ ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കേ. ആറ്റുനോറ്റ് താൻ പരിപാലിച്ചു കൊണ്ടുവന്ന ഇലകളൊക്കെ ആരോ തിന്നിരിക്കുന്നു. ചിലതൊക്കെ തിന്ന് തീർത്തിരിക്കുന്നു, ചിലതൊക്കെ പകുതി തിന്ന് അവശേഷിപ്പിച്ച് പോയിരിക്കുന്നു. ഞാൻ ആ ഇലകളെയൊക്കെ കാര്യമായി തന്നെ തിരിച്ചു മറിച്ചു നോക്കി. എന്ത് പറ്റിയതാണെന്ന് അറിയണമല്ലോ. അപ്പോഴാണ് അത് ഇങ്ങനെ ഒരു സംഗതി കാണുന്നത്. ബ്രൗൺ നിറത്തിൽ ഒരു ചെറിയ മുത്തുപോലൊരു സംഗതി. ഇതേതോ ഒരു ജീവിയുടെ മുട്ടയാണെന്ന് തോന്നുന്നു. ഈ മുട്ട വിരിഞ്ഞിട്ടില്ല. അതിന്റെ തൊട്ടടുത്ത് മുമ്പെപ്പോഴോ വിരിഞ്ഞ മുട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാം. അത്ഭുതത്തോടെ പരതി നോക്കുമ്പോഴാണ് ഇവനെ കണ്ടത്. കറുപ്പു നിറമുള്ള മൃദുവായ ദേഹത്തിൽ ചുവന്ന മുള്ളുകളും വെളുത്ത വരയുമൊക്കെ ഉണ്ട്. പക്ഷെ ആള് ചൊറിയൻ പുഴുവൊന്നുമല്ല കേട്ടോ. തന്നെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ പേടിപ്പിക്കാനാണ് ചുവന്ന നിറമുള്ള ഈ മുള്ളുകൾ. അപ്പോൾ ഇവനാണല്ലേ ആള്. ഇവനെ നിങ്ങൾ അറിയില്ലേ? പാക്ലിയോപ്റ്റ എന്ന ജനുസിൽപ്പെടുന്ന കോമൺ റോസ് എന്ന ശലഭത്തിന്റെ ലാർവയാണ് ഇത്. ഗരുഡക്കൊടിയാണ് ഇവരുടെ ആതിഥേയ സസ്യം അഥവാ ഹോസ്റ്റ് പ്ലാന്റ്. തളപ്പൂമ്പാറ്റ ഗരുഡക്കൊടിയിൽ ഇട്ടുപോയ മുട്ട വിരിഞ്ഞ് പുഴു പുറത്തു വരും. ആർത്തിക്കാരനായൊരു പുഴു. അത് ചെടിയുടെ ഇലകൾ മുഴുവൻ ആവേശത്തോടെ തിന്നു തീർക്കും. തിന്ന് ഒരു ദിവസം പുഴു പ്യൂപ്പയായി മാറും. ദാ ഇങ്ങനെ കണ്ടില്ലേ, നിറയെ കൊത്തുപണികളുള്ള പ്യൂപ്പ. ചെറുനാരുകൾ കൊണ്ട് എത്രമാത്രം കൃത്യതയോടുകൂടിയാണ് ഈ പ്യൂപ്പയെ ഭിത്തിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. കുറച്ചുനാൾ സമാധികാലമാണ്. അത് കഴിഞ്ഞ് പ്യൂപ്പ വിരിഞ്ഞ് ശലഭം പുറത്തുവരും. വീട്ടിൽ ഈ ചെടി നട്ടുവളർത്തിയാൽ ഈ ചിത്രശലഭത്തിന്റെ ജീവിതചക്രം കൺമുന്നിൽ കാണാം.